സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചും ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചും LDF പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 2 മേഖലകളിൽ നിന്നാണ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ആരംഭിച്ചത്. LDF നോർത്ത് മേഖല റാലി എടക്കര യുവധാര പരിസരത്തു നിന്നും, സൗത്ത് മേഖല റാലി എടക്കര വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വടക്കേക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. UDFന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വൻതോതിലാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കുമെന്നും ലൈഫ് ഭവന പദ്ധതിയും സാധാരണ കുടുംബങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകാത്ത അവസ്ഥ സംജാതമാകുമെന്നും MLA ചൂണ്ടിക്കാട്ടി. 2026 ജൂലൈ 5-ന് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗം 20 ദിവസത്തിനകം ശ്മശാനം തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തീരുമാനിക്കുകയും നേതൃത്വപരമായി പങ്കുവഹിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായും ശ്മശാനം തുറന്നു പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല. 2 ദിവസത്തെ സമയം അനുവദിച്ചാൽ ശ്മശാനത്തിന്റെ പ്രശ്നങ്ങൾ തീർത്ത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് കരാർ കമ്പനി പറയുന്നത്. അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ വിമുഖത കാണിക്കുന്ന ഭരണസമിതിക്കെതിരെ ജനവികാരം ഉയർന്നുവരുന്നുണ്ടെന്നും NK അക്ബർ കൂട്ടിച്ചേർത്തു. AK വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TV സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷംസു അമ്പലത്ത്, PV ജാബിർ, ബാബു മാസ്റ്റർ, MA വഹാബ്, KB ഫസലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നോർത്ത് മേഖലാ മാർച്ചിന് NK ഗോപി, VM ഷംസുദ്ദീൻ, VK ഇർഷാദ്, സുഹറ ബക്കർ, ഷൈബ ദിനേശൻ, MA അശോകൻ എന്നിവരും, സൗത്ത് മേഖലാ മാർച്ചിന് TM വിക്രമൻ, ഷൈമജ നസീർ, ഷെഫീന മുനീർ, KV അലിക്കുട്ടി, BK മജീദ്, രജനി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി.